ഇന്നിപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മൾ ക്രെഡിറ്റ് കാർഡുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ബെനിഫിറ്റും, തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് തോന്നിയ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഡെറ്റ് ട്രാപ്പുമായിരിക്കും ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. പലപ്പോഴും പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവാക്കുന്നതാണ്. എക്സാമ്പിളായിട്ട് ഒരു വ്യക്തിയുടെ സാലറി 50,000 രൂപയാണ്. ആ ഒരു വ്യക്തിക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിൻ്റെ ലിമിറ്റ് 1,00,000 രൂപയാണെന്ന് കരുതുക. ആ ഒരു വ്യക്തി എന്തെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ വരുമാനത്തെക്കുറിച്ച് അവിടെ അദ്ദേഹം ചിന്തിക്കുന്നില്ല. കാരണം ക്രെഡിറ്റ് കാർഡിൽ സ്പെൻഡിങ് പവർ ഉണ്ട്, ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അദ്ദേഹം സ്പെൻഡ് ചെയ്ത് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നു, ഷോപ്പിംഗ് ചെയ്യുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അദ്ദേഹം അവിടെ അത് റീപേ ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ പറ്റി ചിന്തിക്കുന്നില്ല. ചിന്തിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ വരുമാനം കുറവാണ്. ഞാനിപ്പോൾ 1,00,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സാലറി 50,000 രൂപയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേറെയും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ ശേഷം ചെറിയ എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. സോ അത് ഉപയോഗിച്ച് ഈ ബില്ല് എനിക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ ആ ഒരു ട്രാൻസാക്ഷൻ നടത്തിയില്ല എന്ന് വരാം. പക്ഷേ ഭൂരിഭാഗം ആളുകളും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് നമുക്ക് ആ ബില്ല് എമൗണ്ട് നമുക്ക് റീപേ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാറില്ല. നമ്മൾ അത് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി ബില്ല് വരുന്ന സമയത്ത് ആരോടെങ്കിലും ഒക്കെ കടം വാങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ ബില്ല് എമൗണ്ട് നോക്കും, അതിനകത്ത് ഫുൾ ഡ്യൂ എമൗണ്ട് ഉണ്ടാകും, അതുപോലെ തന്നെ മിനിമം എമൗണ്ട് ഡ്യൂ ഉണ്ടാകും. അപ്പോൾ ഫുൾ എമൗണ്ട് ഡ്യൂ എന്തായാലും അടക്കാൻ സാധിക്കില്ല, കാരണം നമ്മൾ നമ്മുടെ സാലറിയേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നോക്കാൻ നേരത്ത് മിനിമം എമൗണ്ട് ഡ്യൂ അതാണ് എനിക്ക് അടക്കാനായിട്ട് സാധിക്കുക. ആ ഒരു എമൗണ്ട് അങ്ങ് അടച്ച് പേ ചെയ്യും. അവിടെ തൊട്ടാണ് ഡെറ്റ് ട്രാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു ഗോൾഡൻ റൂൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റീപേ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലായ്പ്പോഴും ബിൽ എമൗണ്ട് ഫുൾ എമൗണ്ട് തന്നെ കറക്റ്റായിട്ട് റീപേ ചെയ്യാനും നമുക്കൊരു കടമില്ലാതെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. അതർവൈസ് നമ്മളുടെ ഇൻകം മനസ്സിലാക്കാതെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് എന്ന് പറയുന്ന ഡെറ്റ് ട്രാപ്പ് തന്നെയായിരിക്കും. അതിനകത്ത് യാതൊരുവിധ സംശയവും വേണ്ട. ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല സ്റ്റോറീസ് ആയിരിക്കും പറയാനുള്ളത്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ട് 7 വർഷവും 3 മാസവുമായി. ഇതുവരെ എനിക്ക് ബെനിഫിറ്റ് മാത്രമാണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഞാൻ കാർഡ് എടുത്ത സമയത്ത് ഒരു മിസ്റ്റേക്ക് ചെയ്തു. ആ ഒരു മിസ്റ്റേക്കിൽ ചെറിയൊരു എമൗണ്ട് 500 രൂപ പ്ലസ് GST ഒരു ഫൈനാൻസ് ചാർജായിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. ആ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിലവിൽ ഇതുവരെ എനിക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ബെനിഫിറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഒരു തായ്ലാൻഡ് ട്രിപ്പ് ഫ്രീ ആയിട്ട് പോകാനായിട്ട് സാധിച്ചു. ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 to 5 ലാഖിൻ്റെ അടുത്ത് ബെനിഫിറ്റ് ഇതുവരെ എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്റ്റോറി ആയിരിക്കും പറയാനുള്ളത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ബെനിഫിറ്റ് ആണോ ദോഷമാണോ ഉണ്ടായിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റാണ്, 8 ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. നിലവിൽ ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് എന്ന് പറയുന്നത് 7.5 ലക്ഷം രൂപയാണ്. മിനിമം എമൗണ്ട് അടച്ച് മുന്നോട്ട് പോയി പലിശ അടച്ചടച്ചാണ് ഇങ്ങനൊരു കടക്കെണിയിലേക്ക് അദ്ദേഹം വന്ന് പെട്ടത്. അപ്പോൾ എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാലറി മുഴുവൻ ക്രെഡിറ്റ് കാർഡ് ആ ഒരു കടം വീട്ടാനായിട്ട് റീപേ ചെയ്തു. പക്ഷേ ആ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അതേപോലെ തന്നെ നിൽക്കുന്നു. കാരണം ആ പേ ചെയ്യുന്ന എമൗണ്ടൊക്കെ നേരെ പോകുന്നത് പലിശയിലേക്കായിരിക്കും. ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശയാണ് ഒരു വില്ലനായിട്ട് മാറുന്നത്. ഇവിടെ ഒരു കമൻറ്റ് ഇട്ട വ്യക്തിയുടെ ലൈഫിൽ വന്ന മിസ്റ്റേക്ക്, ഒന്ന് മിനിമം എമൗണ്ട് അടച്ചു മാത്രം മുന്നോട്ട് പോയി, 2 ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് അദ്ദേഹം റോൾ ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. റോൾ ചെയ്ത് പെട്ടുപോയതാണ്. മിക്ക ആളുകളുടെ ലൈഫിൽ ക്രെഡിറ്റ് കാർഡ് കടത്തിലേക്ക് പോയി പെടുന്നതിൻ്റെ 2 റീസൺ ഇത് തന്നെയായിരിക്കും. ഒന്ന് മിനിമം എമൗണ്ട് മാത്രം അടച്ച് മുന്നോട്ട് പോകുന്നത്, 2 ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് റോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സ്റ്റക്ക് ആകും നമ്മൾ ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് റോൾ ചെയ്യാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ്. നമുക്കൊരു താൽക്കാലികമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാകാതെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ 2 ബെനിഫിറ്റാണ് മിനിമം എമൗണ്ട് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ ട്രാപ്പ് എന്താണെന്ന് വെച്ചാൽ പലിശയാണ്. ക്രെഡിറ്റ് കാർഡിലെ മിനിമം എമൗണ്ട് അടച്ച് ബാക്കി നമ്മൾ പേ ചെയ്യാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിന് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റ് മുതൽ നമ്മൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. സോ ആ ഒരു പലിശ ബാധ്യത അവിടെ വരുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഇങ്ങനെ മിനിമം എമൗണ്ട് അടച്ച് കഴിഞ്ഞ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വീണ്ടും ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് അവിടെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുകയില്ല. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റ് മുതൽ നമ്മൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെ പലിശയുടെ ഭാരം മൂലമാണ് ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് വലിയൊരു എമൗണ്ടായിട്ട് മാറുന്നത്. കാരണം ക്രെഡിറ്റ് കാർഡുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആനുവലി 40%, ചില കാർഡിലൊക്കെ 56% വാർഷിക പലിശ വരുന്നത്. ഇത് ഡെയിലി ബേസിൽ നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കും. സോ പലിശ ഈടാക്കും, ആ പലിശയുടെ പുറത്ത് വീണ്ടും പലിശ വരും. സോ ഇങ്ങനെയാണ് അത് വലിയ എമൗണ്ടായിട്ട് മാറുന്നത്. സോ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ മിനിമം എമൗണ്ട് മാത്രം അടക്കാം. പക്ഷേ സ്ഥിരമായിട്ട് മിനിമം എമൗണ്ട് മാത്രം അടിച്ച് മുന്നോട്ട് പോകാതിരിക്കുക. എപ്പോഴും ഫുൾ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യുക. ഇനി റീപേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വേറെ രീതിയിൽ ഫണ്ട് അറേഞ്ച് ചെയ്ത് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അല്ലെങ്കിൽ നമ്മളൊരു കടക്കിണിയിൽ പോയി പെടും. ഇനി നമുക്ക് കമൻറ്റ് വന്ന രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇങ്ങനെ മിനിമം എമൗണ്ട് മാത്രം അടച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് റോൾ ചെയ്ത് ഒരു കടത്തിൽ പോയി പെട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കടത്തെപ്പറ്റി നമ്മൾ ഒരു ബോധ്യം ഉണ്ടാവണം. പലരും ഇങ്ങനെ കടത്തിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ എത്ര രൂപ കടമുണ്ട്, ഏതൊക്കെ കാർഡിലാണ്, അതൊന്നും അവെയർ ആയിരിക്കില്ല. നമ്മുടെ കടത്തെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടാവണം. ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ പല പ്ലാനുകളിലൂടെ നമുക്കത് വീട്ടാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ നിങ്ങളുടെ ഡെറ്റൊക്കെ കൃത്യമായിട്ടൊരു പേപ്പറിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതുക. ടോട്ടൽ നിങ്ങൾക്ക് കടമുള്ളത് എത്ര രൂപയാണ്, ക്രെഡിറ്റ് കാർഡ് കടമുള്ളത് എത്ര രൂപയാണ്, ഏതൊക്കെ കാർഡിൽ എത്ര രൂപ, ഓരോ കാർഡിൻ്റെയും പലിശ, ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന
വരുന്നത് എത്രയാണ്, അതിന് മിനിമം എമൗണ്ട് എത്രയാണ്, അതിൻ്റെ ഡ്യൂ ഡേറ്റ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്ലാൻ കിട്ടും. ഏതൊക്കെ കാർഡിൽ എത്ര രൂപയുടെ കടമാണുള്ളത്, ഓരോ കാർഡിൻ്റെയും പലിശ റേറ്റ് എത്രയാണ്, ഡ്യൂ ഡേറ്റ് എപ്പോഴാണ് വരുന്നത്. സോ അങ്ങനെ കൃത്യമുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് കിട്ടും. അതാണ് ബേസിക് ആയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. നെക്സ്റ്റ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റെപ്പ് പുതിയ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ക്രെഡിറ്റ് കാർഡിൽ ഇങ്ങനെ മിനിമം എമൗണ്ട് അടച്ച് മുന്നോട്ട് പോകും. പക്ഷേ എന്നിട്ടും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വീണ്ടും സ്പെൻഡ് ചെയ്യും. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വീണ്ടും സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുകയില്ല. ട്രാൻസാക്ഷൻ നടത്തുന്ന ഡേറ്റ് മുതൽ നമ്മൾ പലിശ കൊടുക്കണം. ഒരു സൈഡിൽ നമ്മൾ മിനിമം എമൗണ്ട് അടച്ച് മുന്നോട്ട് പോകുന്നു, അവിടെ പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മറു സൈഡിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ വീണ്ടും സ്പെൻഡ് ചെയ്യുന്നു. സോ അവിടെ അങ്ങനെ പലിശയുടെ പുറത്ത് പലിശ, പുതിയ കടം, ഇങ്ങനെ വലിയൊരു എമൗണ്ട് ആയിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നിറക്കുന്ന ബക്കറ്റിൽ ഒരു ഹോൾ ഇടുന്ന പോലെ ആയിരിക്കും. ആ ഹോളിൽ കൂടെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമ്മൾ വീണ്ടും മുകളിൽ നിന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഒരു എൻഡ് ഉണ്ടാവുകയില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് കടം വീട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളൊരു മിനിമം എമൗണ്ട് അടച്ചൊരു ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പുതിയ ട്രാൻസാക്ഷൻ ഒന്നും നടത്താതിരിക്കുക. അത്രക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. നോർമലി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താതിരിക്കുക. അതവിടെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്യുക. രണ്ടാമതായി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റമാണ് നമ്മുടെ എക്സ്പെൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലേക്ക് എക്സ്പെൻസ് കട്ട് ചെയ്യുക. എക്സ്പെൻസ് കട്ട് ചെയ്ത് കൂടുതൽ എമൗണ്ട് സേവ് ചെയ്ത് അധികമായിട്ട് സേവ് ചെയ്യുന്ന എമൗണ്ട് ക്രെഡിറ്റ് കാർഡിലെ കടം വീട്ടാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈലിൽ എന്തായാലും മാറ്റം വരുത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കടം വീട്ടാനായിട്ട് സാധിക്കില്ല. പിന്നെ ക്രെഡിറ്റ് കാർഡിലെ കടം വീട്ടാനായിട്ട് സ്വീകരിക്കാവുന്ന ഒരു മെത്തേഡ് ഡെറ്റ് അവലാഞ്ച് മെത്തേഡാണ്. അതായത് ഏറ്റവും കൂടുതൽ പലിശയുള്ള ഇൻസ്ട്രുമെൻ്റ് ഏതാണോ അതിലെ കടം ആദ്യം വീട്ടുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ ഓരോ കാർഡിലെയും പലിശ റേറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. സോ ഏറ്റവും കൂടുതൽ പലിശയുള്ള കാർഡ് ഏതാണോ അതിലെ കടം ആദ്യം തന്നെ വീട്ടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എ എന്ന് പറഞ്ഞ കാർഡിൽ ആനുവലി 56% ഇൻട്രസ്റ്റ് എങ്കിൽ ബി 30%, സി 36% ആണെങ്കിൽ ആദ്യം എ എന്ന് പറഞ്ഞ കാർഡിൽ കടം വീട്ടുക എന്നുള്ളതാണ്. കാരണം അതിനാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ. നെക്സ്റ്റ് സി വീട്ടുക, അതായത് രണ്ടാം സ്ഥാനത്ത് പലിശ കൂടുതൽ സി എന്ന് പറഞ്ഞ കാർഡിനാണ്. സോ അത് വീട്ടുക. അതിനുശേഷം അതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ പലിശയുള്ള ബിയിലെ കടം വീട്ടാം. സോ ഇങ്ങനെ പലിശ കൂടുതലായിട്ടുള്ള കടം നമ്മൾ ആദ്യം വീട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് പലിശ ഇനത്തിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അധികമായിട്ട് കൊടുക്കുന്ന പലിശ നമുക്ക് അവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പലിശയുടെ പുറത്ത് വീണ്ടും പലിശ കയറുന്നത് നമുക്ക് ഒഴിവാക്കുവാനും കഴിയും. സോ ഏറ്റവും കൂടുതൽ പലിശയുള്ള കാർഡ് ഏതാണോ ആ ഒരു കാർഡിലെ കടം വീട്ടാനായിട്ട് ആദ്യം ഫോക്കസ് ചെയ്യുക. പിന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം ഒരു പേഴ്സണൽ ലോൺ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പേഴ്സണൽ ലോണിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ക്രെഡിറ്റ് കാർഡിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡിലെ ഇൻട്രസ്റ്റ് റേറ്റ് ആദ്യം പറഞ്ഞ രീതിയിൽ ആനുവലി 40 മുതൽ 56% വരെയൊക്കെയാണ്. എന്നാൽ പേഴ്സണൽ ലോണിന് നമുക്ക് പലപ്പോഴും ഒരു 16%, 17% ഒക്കെ ആയിരിക്കും ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത്. സോ അത്രയും ഡിഫറൻസ് ഉണ്ട്. ഇരട്ടിക്ക് മുകളിലാണ് ക്രെഡിറ്റ് കാർഡിലെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. സോ ഇൻട്രസ്റ്റ് കുറവ് നോക്കുന്ന സമയത്ത് പേഴ്സണൽ ലോണാണ്. സോ പേഴ്സണൽ ലോൺ എടുത്തിട്ട് ക്രെഡിറ്റ് കാർഡിലെ കടം വീട്ടി നമുക്ക് പേഴ്സണൽ ലോണിൻ്റെ EMI മാത്രം അടച്ചാൽ മതിയാകും. പക്ഷേ ചെയ്യേണ്ട ഒരു കാര്യം ക്രെഡിറ്റ് കാർഡിലെ കടം വീട്ടിയിട്ട് വീണ്ടും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി ബാധ്യത വരുത്തി വെക്കാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യാനാണെങ്കിൽ ആ ഒരു പേഴ്സണൽ ലോൺ എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ക്രെഡിറ്റ് കാർഡ് കടത്തിൻ്റെ പുറത്ത് വീണ്ടും ഒരു പേഴ്സണൽ ലോണിൻ്റെ EMI ബാധ്യത കൂടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ പേഴ്സണൽ ലോൺ എടുത്തിട്ട് ക്രെഡിറ്റ് കാർഡിലെ കടം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ക്രെഡിറ്റ് കാർഡ് ഒന്നുകിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, ഇല്ല ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് പറ്റിയൊരു സാധനമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യം. പിന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ ആ ഒരു കാർഡ് ഇഷ്യൂറുമായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒരു ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന കോളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വിടും. പക്ഷേ അത് അങ്ങനെ അവോയ്ഡ് ചെയ്യാതെ സംസാരിക്കുക. എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ഡിസ്കസ് ചെയ്യുക. ഒന്നെങ്കിൽ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം സെറ്റിൽമെൻ്റ് ആണ്. അവർ പറയുന്ന എമൗണ്ട് അടച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സെറ്റിൽമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ അത് സെറ്റിൽഡ് എന്ന് പറഞ്ഞ് വരും. പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ക്രെഡിറ്റ് കാർഡോ ലോണോ കാര്യങ്ങളോ ഒന്നും കിട്ടുകയില്ല. സെറ്റിൽഡ് എന്ന് പറഞ്ഞ റെഡ് ഫ്ലാഗ് ആയിരിക്കും നമ്മുടെ റിപ്പോർട്ടിൽ വരുന്നത്. പക്ഷേ നമുക്ക് കടത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കടത്തിൻ്റെ പുറത്ത് വീണ്ടും കടം വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സോ ഒട്ടും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ കൺസിഡർ ചെയ്യാം. എത്രയും നേരത്തെ ബാങ്കുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതോ അത്രയും നല്ലത്. എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഈ ഒരു കാർഡ് ടു കാർഡ് ട്രാൻസ്ഫർ ഒക്കെ പല കാർഡിലും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് പലിശ കുറവുള്ള കാർഡിൽ നിന്നും പണം പലിശ കൂടുതലുള്ള കാർഡിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ക്ലിയർ ചെയ്യാനായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. സോ ആ ഒരു ഓപ്ഷൻ കൂടി പരിഗണിക്കാം. ബേസിക്കായിട്ട് ആദ്യം പറഞ്ഞ രീതിയിൽ പലിശ കൂടുതലുള്ള കടം ഏതാണോ അത് ആദ്യം ക്ലോസ് ചെയ്യാനായിട്ട് പരിഗണന കൊടുക്കുക. പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം അധികമായുള്ളൊരു വരുമാനം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ജോബിന് ശേഷം ഇപ്പം ഊബർ ഓടാൻ പോയോ അല്ലെങ്കിൽ മറ്റേ സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറിക്കൊക്കെ പോയോ അധികമായിട്ടൊരു ഇൻകം കൂടി ജനറേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ ആ ഒരു നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് സെല്ല് ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും സർവീസൊക്കെ നൽകിക്കൊണ്ട് ഒരു അധികമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ചെറിയൊരു സൈഡ് ബിസിനസ് ആരംഭിക്കാം. സോ ഇങ്ങനെ നോർമൽ ഇൻകത്തിന് പുറമെ ഒരു അധിക വരുമാനം കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അധികമായിട്ട് ഒരു മാസം കിട്ടുന്നത് ഒരു 10,000 രൂപ ആയിക്കോട്ടെ. 10,000 രൂപ നമുക്ക് കടം വീട്ടുവാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത്രയും എളുപ്പത്തിൽ നമുക്ക് കടം വീട്ടാനായിട്ട് സാധിക്കും. കടം വീട്ടാനായിട്ട് ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ചിലവ് കട്ട് ഡൗൺ ചെയ്യുക. നമ്മളുടെ നോർമൽ എക്സ്പെൻസ് കട്ട് ഡൗൺ ചെയ്ത് ചിലവ് കുറയ്ക്കുക. മറ്റൊന്ന് നമുക്ക് വരുമാനം കൂട്ടുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഫോളോ ചെയ്ത്
കഴിഞ്ഞാൽ നമുക്ക് കടം വേഗത്തിൽ വീട്ടാനായിട്ട് സാധിക്കും. ക്രെഡിറ്റ് കാർഡിലെ കടം വലിയൊരു പ്രശ്നമാണ്, പക്ഷെ പരിഹാരമുള്ളൊരു പ്രശ്നമാണ്. നിങ്ങളുടെ കടത്തെപ്പറ്റി നിങ്ങൾക്ക് കൃത്യമായുള്ളൊരു ധാരണ ഉണ്ടാവണം. പിന്നെ മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ച് മുന്നോട്ട് പോകാതിരിക്കുക. ഓൾവേസ് പേ ഫുൾ എമൗണ്ട് ഡ്യൂ. പിന്നെ പുതിയ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കട്ട് ഡൗൺ ചെയ്യുക. നമ്മളൊരു കടത്തിൽ പെട്ടിക്കഴിഞ്ഞാൽ പുതിയ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒഴിവാക്കുക. ക്രെഡിറ്റ് കാർഡ് കംപ്ലീറ്റ് ആയിട്ട് പുതിയ ട്രാൻസാക്ഷൻ നടന്നതിൽ നിന്നും ഒഴിവാക്കുക. പിന്നെ ഉയർന്ന പലിശയുള്ള കാർഡ് ഏതാണോ അതിൽ കടം ആദ്യം വീട്ടാനായിട്ട് മുൻഗണന കൊടുക്കുക. പിന്നെ കുറഞ്ഞ പലിശയുള്ള പേഴ്സണൽ ലോണോ അങ്ങനെയുള്ള എന്തെങ്കിലും ലോണൊക്കെ കൺസിഡർ ചെയ്ത് ലോൺ എടുത്തിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡിലെ കടം വീട്ടാനായിട്ട് നോക്കാം. മറ്റൊന്ന് ബാങ്കുമായിട്ട് സംസാരിക്കുക. എന്തെങ്കിലും EMI കൺവേർഷൻ ഓപ്ഷനോ ഇല്ലെങ്കിൽ വേറെ ഒരു വഴിയുമില്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ഓപ്ഷനിലേക്ക് പോകാം. പക്ഷേ സിബിലിൽ അത് റെഡ് ഫ്ലാഗ് വീഴ്ത്തും. പിന്നെ എക്സ്ട്രാ ഉള്ളൊരു ഇൻകം ലൈഫിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴി. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി